ഇപ്പോ ഒരു യന്ത്രം എങ്ങനെയാ പ്രവർത്തിക്കുന്നത് എന്ന് യാതൊരു ഐഡിയയുമില്ലാതെ കയ്യിലൊരു സ്ക്രൂ ഡ്രൈവറും പിടിച്ച് അത് അഴിച്ചു പണിത് നന്നാക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഉം, അതൊരു വലിയ റിസ്ക് ആണല്ലോ. അതെ, ഏത് വയറാണ് എവിടെ കൊടുക്കേണ്ടതെന്നറിയില്ല, ഉള്ളിലെ സർക്യൂട്ടുകൾ എങ്ങനെയാ കണക്ട് ചെയ്തിരിക്കുന്നതെന്നറിയില്ല. ഫലം എന്തായിരിക്കും? ആ യന്ത്രം ചിലപ്പോൾ എന്നേക്കുമായി കേടാകാനാണ് സാധ്യത, അല്ലേ? തീർച്ചയായും അത് പൂർണ്ണമായും നശിച്ചുപോകും. മനുഷ്യ മനസ്സിനെക്കുറിച്ച്, പ്രത്യേകിച്ച് കുട്ടികളുടെ മാനസിക വ്യാപാരങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായ യാതൊരു അറിവുമില്ലാതെ ഒരധ്യാപകൻ ക്ലാസ് റൂമിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും കൃത്യമായി ഇതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയത്തിന്റെ ഏറ്റവും കൃത്യമായൊരു ചിത്രമാണ് ആ ഉദാഹരണം നൽകുന്നത് കേട്ടോ. അതായത് ഒരു അധ്യാപകൻ എത്ര വലിയ വിഷയപണ്ഡിതനാണെങ്കിലും തനിക്ക് മുന്നിലിരിക്കുന്ന കുട്ടികളുടെ തലച്ചോറും മനസ്സും എങ്ങനെയാണ് ഇൻഫർമേഷൻ സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ക്ലാസ് എടുക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും ഇരുട്ടിൽ തപ്പുന്നതിന് തുല്യമാണ്. അത് വളരെ ശരിയായൊരു പോയിന്റാണ്. ഇപ്പോൾ നമ്മളിന്ന് പരിശോധിക്കുന്നത് പ്രൊഫസർ കെ നാഗരാജന്റെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം അഥവാ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില സ്രോതസ്സുകളാണ്. അതെ, കേൾക്കുമ്പോഴതൊരു സാധാരണ അക്കാഡമിക് ടെക്സ്റ്റാണെന്ന് തോന്നാം. പക്ഷെ വാസ്തവത്തിൽ മനുഷ്യന്റെ സ്വഭാവങ്ങളെയും പഠനരീതികളെയും കുറിച്ചുള്ള അതിശയകരമായ വിവരങ്ങളുടെ ഒരു വലിയ കലവറയാണിത്. ശരിയാണ്. നമ്മുടെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. ഈ സങ്കീർണമായ മനഃശാസ്ത്ര ആശയങ്ങളെ പുതുതായി കാര്യങ്ങൾ പഠിക്കാൻ താൽപ്പര്യമുള്ള നിങ്ങൾക്കെല്ലാവർക്കും വളരെ ലളിതമായി മനസ്സിലാക്കിത്തരിക. ഒപ്പം ഒരു അധ്യാപകന് ഈ അറിവ് എത്രത്തോളം വലിയൊരു ആയുധമാണെന്ന് കണ്ടെത്തുകയും ചെയ്യുക. അപ്പോ വിദ്യാഭ്യാസത്തിൽ മനഃശാസ്ത്രം എങ്ങനെ പ്രയോഗിക്കണം എന്നറിയുന്നതിന് മുൻപ് അടിസ്ഥാനപരമായി എന്താണ് ഈ മനഃശാസ്ത്രമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ആദ്യകാലങ്ങളിൽ മനഃശാസ്ത്രം അഥവാ സൈക്കോളജി എന്നത് പൂർണ്ണമായും ആത്മാവിനെ അല്ലെങ്കിൽ മനസ്സിനെക്കുറിച്ചുള്ള പഠനമായിരുന്നു. ഓഹോ, ആത്മാവിനെക്കുറിച്ചുള്ള പഠനം. അതെ, ഇപ്പോ സൈക്കെ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിന് ആത്മാവ് എന്നും ലോഗോസ് എന്നതിന് ശാസ്ത്രം എന്നുമാണ് അർത്ഥം. അതായത് ആത്മാവിനെക്കുറിച്ചുള്ള ശാസ്ത്രം വെറുമൊരു തത്വചിന്തയായിട്ടാണ് ഇതിനെ അന്ന് കണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ടല്ലോ. ഇപ്പൊ ആത്മാവ്, മനസ്സ് എന്നിവയൊന്നും ആർക്കും നേരിട്ട് കാണാനോ അളക്കാനോ കഴിയില്ലല്ലോ. ഇല്ല. ഒരു ശാസ്ത്രശാഖ എന്ന് വിളിക്കണമെങ്കിൽ അവിടെ കൃത്യമായ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ വേണ്ടിവരില്ലേ? അവിടെയാണ് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജെ.ബി. വാട്സൺ, ബി.എഫ്. സ്കിന്നർ തുടങ്ങിയ ചിന്തകർ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നത്. ആഹാ, അവരെന്താ ചെയ്തത്? ലബോറട്ടറിയിൽ അളക്കാൻ കഴിയാത്ത ഒന്നിനെയും ശാസ്ത്രമായി അംഗീകരിക്കാൻ കഴിയില്ല എന്നവർ വാദിച്ചു. അതോടെ അവർ മനഃശാസ്ത്രത്തിന്റെ നിർവചനത്തെ തന്നെ മൊത്തത്തിലങ്ങ് മാറ്റിമറിച്ചു. ഒരാളുടെ പെരുമാറ്റത്തെ അഥവാ ബിഹേവിയറിനെക്കുറിച്ചുള്ള പഠനമായി അവർ ഇതിനെ പുനർനിർവചിച്ചു. ഇപ്പൊ നോക്കൂ, നിങ്ങൾക്ക് എന്റെ മനസ്സിലെ ചിന്തകൾ കാണാൻ കഴിയില്ല. പക്ഷേ ആ ചിന്തകൾ കാരണം ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്ന് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയും. പെരുമാറ്റം കാണാൻ കഴിയും, അത് ശരിയാ. വിദ്യാഭ്യാസത്തിൽ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നതും പഠിതാവിന്റെ പെരുമാറ്റത്തിലുണ്ടാകുന്ന അനുകൂലമായ മാറ്റമാണല്ലോ. ഒരു മിനിറ്റ്, എനിക്കിവിടെ ഒരു ചെറിയ വിയോജിപ്പുണ്ട്. എന്താണ്? അതായത് വിദ്യാർത്ഥികളുടെ ഉള്ളിലെ ചിന്തകളെയോ അവരുടെ വൈകാരിക അവസ്ഥകളെയോ പരിഗണിക്കാതെ അവർ പുറമേ എങ്ങനെ പെരുമാറുന്നു എന്ന് മാത്രം വിലയിരുത്തുന്നത് ഒരു പ്രശ്നമല്ലേ? ഒരു പുസ്തകത്തിന്റെ പുറംചട്ടെ കണ്ട് അതിലെ ഉള്ളടക്കം വിലയിരുത്തുന്നതിന് തുല്യമല്ലേ അത്? ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നാൻ കേട്ടോ. ഉള്ളിലെ വികാരങ്ങൾ എങ്ങനെയാ വെറും പെരുമാറ്റത്തിലൂടെ പ്രതിഫലിക്കുന്നത്? ഇതൊരു എന്താ പറയാ, വളരെ ഉപരിപ്ലവമായ ഒരു സമീപനമായി എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ല. ഈ മനഃശാസ്ത്രജ്ഞർ പെരുമാറ്റത്തെ വെറുമൊരു പുറംചട്ടയായല്ല കണ്ടത്, മറിച്ച് ഉള്ളിലെ അദൃശ്യമായ കൊടുങ്കാറ്റുകളുടെ വളരെ കൃത്യമായ ദൃശ്യസൂചനയായിട്ടാണ്. എനിക്കത്ര ക്ലിയർ ആയില്ല. ഇപ്പോൾ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു കുട്ടി ക്ലാസ്സിൽ എപ്പോഴും ദേഷ്യപ്പെടുന്നു, സഹപാഠികളെ ഉപദ്രവിക്കുന്നു, പെൻസിൽ വലിച്ചെറിയുന്നു. ഇതൊരു പെരുമാറ്റമാണല്ലേ? അതെ, അതൊരു പെരുമാറ്റമാണ്. മനഃശാസ്ത്രം അറിയാത്തൊരാൾ ആ പുറംചട്ട കണ്ട് അവനെ ഒരു മോശം കുട്ടി എന്ന് പെട്ടെന്ന് മുദ്രകുത്തും. സാധാരണ അങ്ങനെയാണല്ലോ സംഭവിക്കാറ്. എന്നാൽ ഈ പെരുമാറ്റത്തെ നിരീക്ഷിക്കുന്നൊരു അധ്യാപകൻ മനസ്സിലാക്കും ആ ദേഷ്യം വെറുമൊരു ലക്ഷണമാണെന്ന്. അതിനു പിന്നിൽ അവന്റെ വീട്ടിലെ പ്രശ്നങ്ങളാകാം. ഓ, അതല്ലെങ്കിൽ ആർക്കും മനസ്സിലാകാത്ത എന്തെങ്കിലും പഠന വൈകല്യമാകാം. അതെ, അതുമല്ലെങ്കിൽ അവനന്ന് വിശന്നിട്ടാകാം ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. ആ പെരുമാറ്റത്തെ ഒരു ഡേറ്റയായി എടുത്തുകൊണ്ട് മാത്രമാണ് അധ്യാപകന് ആ കുട്ടിയുടെ ഉള്ളിലെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് എത്തുവാൻ കഴിയുന്നത്.
മനസ്സിലായി. അപ്പോ പെരുമാറ്റമെന്നത് ഒരു രോഗലക്ഷണം പോലെയാണ്. പുറമേ കാണുന്ന ആ ലക്ഷണത്തിലൂടെ വേണം നമ്മൾ കുട്ടിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. കൃത്യമായിട്ട് അത് തന്നെ. അങ്ങനെയെങ്കിൽ പഠിതാവിന്റെ പെരുമാറ്റത്തിൽ അനുകൂലമായ മാറ്റം വരുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ആ പ്രക്രിയ എവിടെയാണ്, എങ്ങനെയാണ് നടക്കുന്നതെന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അതെ, അതിനാണ് നമ്മൾ ക്ലാസ് മുറിയെക്കുറിച്ച് പഠിക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ക്ലാസ് മുറി എന്ന സംവിധാനത്തെ ഈ സ്രോതസ്സുകൾ കുറച്ചുകൂടി വിശാലമായ രീതിയിലാണല്ലോ കാണുന്നത്. H.C. ലിംഗ്രൻ എന്ന മനഃശാസ്ത്രജ്ഞൻ ക്ലാസ് മുറിയെ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയായിട്ടാണ്, ഒരു ഇക്കോസിസ്റ്റമായിട്ടാണ് നിർവചിക്കുന്നത്. ഇതിന് 5 അടിസ്ഥാന ഘടകങ്ങളാണുള്ളത്. 5 ഘടകങ്ങൾ ഏതൊക്കെയാണത്? കേവലം വിദ്യാർത്ഥിയും പുസ്തകവും മാത്രമല്ല അവിടെയുള്ളത്. ഒന്നാമത്തേത് പഠിതാവ് അഥവാ ലേണർ. രണ്ടാമത്തേത് പഠന പ്രക്രിയ, അതായത് ലേണിംഗ് പ്രോസസ്. ഇൻഫർമേഷൻ എങ്ങനെയാണ് കുട്ടിയുടെ തലച്ചോറിലേക്ക് എത്തുന്നത് എന്ന പ്രക്രിയയാണത്. ശരി. അപ്പോ മൂന്നാമത്തേതോ? മൂന്നാമത്തേത് പഠന അനുഭവങ്ങൾ അഥവാ ലേണിംഗ് എക്സ്പീരിയൻസസ്. നാലാമത്തേത് പഠന സാഹചര്യം, ലേണിംഗ് എൻവയൺമെന്റ്. പിന്നെ 5ാമത്തേത് നമ്മുടെ അധ്യാപകൻ അഥവാ ദ ടീച്ചർ. ഇപ്പോ പലപ്പോഴും വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വിദ്യാർത്ഥികളെ മാത്രമാണ് വിലയിരുത്തുക. അവർ എത്രത്തോളം പഠിച്ചു, എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ. അതെ, അതാണ് പതിവ്. എന്നാൽ നിങ്ങളിപ്പോ പറഞ്ഞ ഈ 5 ഘടകങ്ങൾ നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇതിൽ അധ്യാപകന്റെ റോൾ എന്താണെന്ന് വളരെ വ്യക്തമാവും. ഈ പരിസ്ഥിതി മുഴുവൻ നിയന്ത്രിക്കുന്നത് അധ്യാപകനല്ലേ? 100%. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ 4ാമത്തെ ഘടകം, ആ പഠന സാഹചര്യം. നിങ്ങൾ ഈ ഡീപ് ഡൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന മുറിയിൽ ഇപ്പോൾ വലിയ ശബ്ദത്തിൽ പാട്ടുവയ്ക്കുകയും ഭയങ്കര ചൂടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ശ്രദ്ധയങ്ങ് മാറും. അവിടെ നിങ്ങളുടെ പഠനാനുഭവം ഇല്ലാതാകുന്നു. കൃത്യമായി പറഞ്ഞാൽ അധ്യാപകൻ ഈ ആവാസ വ്യവസ്ഥയുടെ മാസ്റ്റർ കൺട്രോളറാണ്. ക്ലാസ് മുറിയിലെ ഇരിപ്പിടങ്ങൾ എങ്ങനെയായിരിക്കണം, കുട്ടികൾ പരസ്പരം സംസാരിച്ച് പഠിക്കണോ അതോ നിശബ്ദമായിരുന്നു പഠിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അധ്യാപകനാണ്. ഒരു തരം ഡിസൈനർ കൂടിയാണ് ടീച്ചർ. അതെ, ഒരു ഇരുണ്ട മുറിനെ തിളക്കമുള്ളതാക്കി മാറ്റുന്നത് പോലെ വെറുമൊരു പഠന പ്രക്രിയയെ മികച്ചൊരു അനുഭവമാക്കി മാറ്റാൻ അധ്യാപകന് സാധിക്കും. ഈ 5 ഘടകങ്ങളും പരസ്പരം ബന്ധിപ്പിക്കുന്ന ചരടാണ് അധ്യാപകൻ. ഈ 5 ഘടകങ്ങൾ എങ്ങനെയാണ് ഒരു ക്ലാസ് മുറിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യം ഉയരുകയാണ്. ചോദിക്കൂ. ഇപ്പോ ഒരു കണക്ക് അധ്യാപകൻ വളരെ മികച്ച രീതിയിൽ കണക്ക് പഠിപ്പിക്കുന്നു. സയൻസ് അധ്യാപകൻ സയൻസും. തന്റെ വിഷയം മാത്രം വളരെ കൃത്യമായി പഠിപ്പിച്ചാൽ പോരെ? എന്തിനാണ് അവർ ഈ പറയുന്ന പോലെ കുട്ടികളുടെ മനഃശാസ്ത്രം കൂടി ഇത്ര ആഴത്തിൽ പഠിച്ച് തലപുണ്ണാക്കുന്നത്? ഇതൊരു അധിക ബാധ്യതയല്ലേ? ഈ സ്രോതസ്സുകളിൽ ഇതിന് നൽകിയിരിക്കുന്ന ഒരു ഉദാഹരണം നമ്മൾ ആദ്യം പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് കേട്ടോ. സ്ക്രൂ ഡ്രൈവറിന്റെ ഉദാഹരണം. അതുപോലെ ഒന്ന്, മനുഷ്യന്റെ ശരീരഘടനയെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാത്തൊരു ഡോക്ടറെക്കുറിച്ച് ചിന്തിക്കുക. വയറുവേദനയുമായി വരുന്ന രോഗിക്കും തലവേദനയുമായി വരുന്ന രോഗിക്കും ഒരേ പാരസെറ്റാമോൾ ഗുളിക നൽകുന്ന ഒരു ഡോക്ടറുടെ അവസ്ഥ എന്തായിരിക്കും? രോഗി അവിടെ തന്നെ തീരും. ഇതുതന്നെയാണ് മനഃശാസ്ത്രം അറിയാത്തൊരു അധ്യാപകൻ ക്ലാസ്സിൽ ചെയ്യുന്നത്. എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. ഓരോ വിദ്യാർത്ഥിയും വ്യത്യസ്തരാണ്. ഇതിനെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് വിളിക്കുന്നത്. അത് ശരിയാ. ഇപ്പോ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം ഒന്ന് ഓർത്തു നോക്കൂ. ചില സുഹൃത്തുക്കൾ ക്ലാസ്സിൽ ടീച്ചർ പറയുന്നത് കേട്ട് അപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കും. അതെ, ഓഡിറ്ററി ലേണേഴ്സാണവർ. മറ്റു ചിലർക്ക് അത് പുസ്തകത്തിൽ വായിച്ചാലേ മനസ്സിലാകൂ. ഇനി വേറെ ചിലർക്ക് എന്തെങ്കിലും പ്രായോഗികമായി ചെയ്തു നോക്കിയാലേ ആ ആശയം തലയിൽ കേറൂ. എല്ലാവരുടെയും ബുദ്ധിശക്തിയും താൽപ്പര്യങ്ങളും തീർച്ചയായും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് അധ്യാപകർക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അനിവാര്യമാകുന്നത്. ഈ വ്യത്യസ്തതകൾ മനസ്സിലാക്കാനും പഠനത്തിൽ പിന്നോക്കം പോകുന്ന ഒരു കുട്ടി എന്തുകൊണ്ട് അങ്ങനെ ആകുന്നുവെന്ന് കണ്ടെത്താനും ഇത് സഹായിക്കുന്നു. റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ. അതെ, ചില കുട്ടികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ അഥവാ ഗൈഡൻസ് ആവശ്യമായി വരും. ചിലർക്ക് പഠിക്കാൻ പ്രചോദനം, അതായത് മോട്ടിവേഷൻ ആവശ്യമായി വരും. അത് ചിലപ്പോ ചെറിയ സമ്മാനങ്ങളിലൂടെയോ പ്രശംസയിലൂടെയോ ഒക്കെ ആകാമല്ലോ. അതെ, ഇതൊക്കെ എപ്പോൾ ആർക്ക് എങ്ങനെ നൽകണം എന്ന് തീരുമാനിക്കാൻ ഒരു ഡോക്ടറെ പോലെ അധ്യാപകന് കഴിയണം. പക്ഷെ ഇവിടെ ഒരു വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോ 40 വ്യത്യസ്ത മാനസികാവസ്ഥയുള്ള കുട്ടികളുള്ള ഒരു ക്ലാസ്സിലേക്ക് ഒരു അധ്യാപകൻ കയറി ചെല്ലുന്നു. അധ്യാപകന് ക്ലാസ് എടുക്കാൻ വെറും 45 മിനിറ്റേ ഉള്ളൂ. സമയം വളരെ കുറവാണ്. ആ സമയത്ത് എല്ലാവർക്കും അനുയോജ്യമായ ഒരു പൊതുവായ പഠനരീതി, അതായത് ഒരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ അപ്രോച്ച് അല്ലാതെ
വേറെ എന്താണ് പ്രായോഗികമായി ചെയ്യാൻ കഴിയുക? 40 കുട്ടികൾക്കും 40 രീതിയിൽ ക്ലാസ് എടുക്കാൻ സാധിക്കില്ലല്ലോ. ഇല്ല, അത് പ്രാക്ടിക്കൽ അല്ല. ഈ വലിയ വെല്ലുവിളിയെ ഈ അധ്യാപകൻ എങ്ങനെയാണ് മറികടക്കേണ്ടത്? 40 കുട്ടികൾക്കും 40 രീതിയിലുള്ള ക്ലാസ് അസാധ്യമാണ് എന്നത് നേരെ തന്നെ. എന്നാൽ ഒരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ രീതി അവിടെ ഒരിക്കലും വിജയകരമാകില്ല. അവിടെയാണ് മനഃശാസ്ത്രം നൽകുന്ന സൂക്ഷ്മമായ നിരീക്ഷണ പാഠവും അധ്യാപകനെ സഹായിക്കുന്നത്. നിരീക്ഷണം എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന്, ക്ലാസ്സിലെ 40 കുട്ടികളിൽ ആർക്കാണ് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് എന്ന് ഒരു നോട്ടത്തിൽ മനസ്സിലാക്കാൻ ഒരു നല്ല അധ്യാപകന് കഴിയും. കാഴ്ചയിലൂടെ പഠിക്കാൻ താൽപ്പര്യമുള്ള ഭൂരിഭാഗം കുട്ടികൾക്കായി അധ്യാപകൻ ചിത്രങ്ങളോ വീഡിയോകളോ ഉപയോഗിക്കുന്നു. ഗ്രൂപ്പായി പഠിക്കാൻ താൽപ്പര്യമുള്ളവരെ ചെറിയ സംഘങ്ങളായി തിരിക്കുന്നു. അതെ, ഇതൊരു കലയാണ്. എല്ലാവർക്കും ഒരേ മരുന്ന് നൽകുന്നതിനു പകരം ക്ലാസ് മുറിയെ മൊത്തത്തിൽ സ്കാൻ ചെയ്ത് അവിടെ ആവശ്യമായ മാറ്റങ്ങൾ അപ്പപ്പോൾ വരുത്താൻ അധ്യാപകന് കഴിയുന്നത് ഈ മനഃശാസ്ത്ര അടിത്തറയുള്ളതുകൊണ്ടാണ്. ശരി, കുട്ടികളുടെ ഈ വ്യക്തിഗത വ്യത്യാസങ്ങൾ നമ്മൾ പരിഗണിച്ചു. എന്നാൽ വിദ്യാർത്ഥികളെ മനസ്സിലാക്കുക എന്നതിനർത്ഥം അവർ കാലക്രമേണ മാറുന്നു എന്ന യാഥാർത്ഥ്യം കൂടി ഉൾക്കൊള്ളുക എന്നതാണ്. അതെ, അവർ വളരുകയാണല്ലോ. 1-ാം ക്ലാസ്സിലെ 5 വയസ്സുള്ളൊരു കുട്ടിയെയല്ല 10-ാം ക്ലാസ്സിൽ 15 വയസ്സിൽ അധ്യാപകൻ നേരിടുന്നത്. അവരുടെ ശരീരവും സ്വഭാവവും ലോകത്തോടുള്ള കാഴ്ചപ്പാടും എല്ലാം മാറുന്നുണ്ടാകും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇവിടെ നമ്മൾ വളർച്ചയും അഥവാ ഗ്രോത്തും വികാസവും അതായത് ഡെവലപ്മെന്റും തമ്മിലുള്ള വളരെ സങ്കീർണമായ വ്യത്യാസം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടും കേൾക്കുമ്പോ ഒന്നാണെന്ന് തോന്നുമല്ലോ. പലരും ഇത് രണ്ടും ഒന്നാണെന്നാണ് കരുതുന്നത്. എന്നാൽ സ്രോതസ്സുകൾ ഇത് കൃത്യമായി വേർതിരിക്കുന്നുണ്ട്. വളർച്ച എന്നത് തികച്ചും ശാരീരികമാണ്. കുട്ടികളുടെ ഉയരം വയ്ക്കുന്നത്, ഭാരം കൂടുന്നത്, ശരീരത്തിന്റെ വലുപ്പം വയ്ക്കുന്നതുമൊക്കെ. ഇതെല്ലാം നമുക്ക് സ്കെയിലോ വെയിങ് മെഷീനോ ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതെ, എന്നാൽ വികാസം അഥവാ ഡെവലപ്മെന്റ് എന്നത് ഗുണപരമാണ്. ഒരു ക്വാളിറ്റേറ്റീവ് മാറ്റമാണത്. അതായത് തലച്ചോറിലും ചിന്തകളിലും ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അളക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതെ. കുട്ടികളുടെ ബുദ്ധിശക്തി, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്, വൈകാരികമായ പക്വത, മറ്റുള്ളവരോട് ഇടപെടാനുള്ള രീതി, ഇതിലുണ്ടാകുന്ന പുരോഗതിയാണ് വികാസം. ഓഹോ! ഒരു കുട്ടിക്ക് ശാരീരികമായി നല്ല വളർച്ചയുണ്ടാകാം, എന്നാൽ മാനസികമായി അവന്റെ വികാസം പതുക്കെയാകാം. ഇത് അധ്യാപകൻ തിരിച്ചറിയണം. ഇതിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമുണ്ട്. ഏതാണ് ആ കാലഘട്ടം? കൗമാരം അഥവാ അഡോളസൻസ്. ജി. സ്റ്റാൻലി ഹാൾ എന്ന മനഃശാസ്ത്രജ്ഞൻ ഈ കാലഘട്ടത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കൊടുങ്കാറ്റും സംഘർഷവും നിറഞ്ഞ കാലഘട്ടം എന്നാണ്. പീരിയഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ്. കൊടുങ്കാറ്റും സംഘർഷവും കേൾക്കുമ്പോൾ തന്നെ ഒരു യുദ്ധക്കളം പോലെ തോന്നുന്നു. നിങ്ങൾ കൗമാരക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കളാണെങ്കിൽ നിങ്ങൾക്കിത് വളരെ വേഗം മനസ്സിലാകും. അതൊരു യുദ്ധക്കളം തന്നെയാണ്. ആ കുട്ടിയുടെ ഉള്ളിൽ നടക്കുന്ന യുദ്ധം. ഹോർമോണുകളിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഒരു വശത്ത്, സ്വന്തം വ്യക്തിത്വം എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ മറുവശത്ത്, സമൂഹത്തിൽ താൻ എവിടെ നിൽക്കുന്നു എന്ന വലിയ ആശങ്കകൾ. എല്ലാം കൂടി വരുമ്പോൾ വല്ലാത്തൊരവസ്ഥയായിരിക്കും. ഇതെല്ലാം കൂടി അവരെ വല്ലാതെ അലട്ടും. ഈ പ്രായത്തിൽ കുട്ടികൾ ചിലപ്പോൾ തീരെ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടാം, അല്ലെങ്കിൽ ആരോടും സംസാരിക്കാതെ ഉൾവരിയാം. ആ മാറ്റങ്ങൾ പുറമേ കാണാൻ പറ്റും. അതെ, ഈ കൊടുങ്കാറ്റിലെ മനസ്സിലാക്കുന്ന ഒരു അധ്യാപകന് മാത്രമേ കൗമാരക്കാരുടെ പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയൂ. അവരെ വെറുതെ ശാസിച്ചിട്ടോ ശിക്ഷിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല എന്ന് ഈ മനഃശാസ്ത്രം അധ്യാപകരെ പഠിപ്പിക്കുന്നു. എനിക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത് നമ്മുടെ കമ്പ്യൂട്ടറുകളുടെ കാര്യമാണ്. കമ്പ്യൂട്ടറുകളോ? അതെങ്ങനെ? ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സങ്കീർണമായ ആശയത്തെ നമുക്കൊരു കമ്പ്യൂട്ടറിനോട് ഉപമിച്ചു നോക്കാം. ശരി. വളർച്ച എന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ മാറ്റുന്നത് പോലെയാണ്. അതായത് ഫിസിക്കൽ മാറ്റങ്ങൾ. അതെ, ചെറിയ മോണിറ്റർ മാറ്റി വലിയ മോണിറ്റർ വെക്കുന്നു, പുതിയ റാം ഇടുന്നു, അവിടെ അതിന്റെ ഫിസിക്കൽ വലിപ്പം കൂടുന്നു. എന്നാൽ വികാസം എന്നത് അതിന്റെ ഉള്ളിലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പുതിയ ഫീച്ചറുകൾ വരുന്ന പോലെ. പുതിയ ഫീച്ചറുകൾ വരുന്നു, സിസ്റ്റം കൂടുതൽ സങ്കീർണമായ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കൗമാരപ്രായക്കാർ എന്നത് പുതിയതും എന്നാൽ പൂർണ്ണമായും സജ്ജമാകാത്തതുമായ ഒരു ബീറ്റ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അതിശക്തമായ കമ്പ്യൂട്ടറുകൾ പോലെയാണ്. അത് വളരെ ഗംഭീരമായൊരു അനാലോഗിയാണത്.
അല്ലേ? അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അതിനുള്ള ഹാർഡ്വെയർ അവർക്കുണ്ട്. എന്നാൽ ആ ടെസ്റ്റിംഗ് ഘട്ടത്തിലുള്ള ബീറ്റ സോഫ്റ്റ്വെയർ കാരണം ഇടയ്ക്ക് ചിലപ്പോൾ സിസ്റ്റം ക്രാഷ് ആവുകയും അവരാകെ ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്യും. ആ ബീറ്റ വേർഷൻ തന്നെയാണ് കൗമാരം. അതിൽ ബഗുകളുണ്ടാകും, എററുകൾ വരും. നമ്മളൊരു കമാൻഡ് കൊടുക്കുമ്പോൾ തീർത്തും അപ്രതീക്ഷിതമായ ഒരു ഔട്ട്പുട്ടായിരിക്കും ചിലപ്പോൾ കിട്ടുക. അതായത് പെട്ടെന്നുള്ള ദേഷ്യമോ സങ്കടമോ ഒക്കെ. അതെ. ഈ സമയത്താണ് ഒരു യഥാർത്ഥ അധ്യാപകന്റെ റോള് വരുന്നത്. ഒരു സിസ്റ്റം ക്ലാഷ് ആകുമ്പോൾ നമ്മൾ സ്ക്രീനിൽ അടിക്കുകയോ കമ്പ്യൂട്ടർ വലിച്ചെറിയുകയോ ചെയ്യാറില്ലല്ലോ. ഇല്ല, നമ്മൾ എന്തു പറ്റിയെന്ന് നോക്കൂ. അതെന്തുകൊണ്ട് സംഭവിച്ചുവെന്ന് നമ്മൾ സിസ്റ്റം ലോഗുകൾ പരിശോധിച്ച് കണ്ടെത്തും. അതുപോലെ ഒരു കുട്ടി മോശമായി പെരുമാറുമ്പോൾ എന്തുകൊണ്ടങ്ങനെ ചെയ്തു എന്ന് അന്വേഷിക്കുന്ന ഒരു ട്രബിൾ ഷൂട്ടറായി മാറാൻ അധ്യാപകനെ സഹായിക്കുന്ന ഗൈഡ് ബുക്കാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അതൊരു മനോഹരമായ ചിന്തയാണ്. ഒരു നല്ല അധ്യാപകൻ കുട്ടിയെ ശിക്ഷിക്കുകയല്ല, മറിച്ച് സ്നേഹത്തോടെ ആ പ്രശ്നത്തെ ട്രബിൾ ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് വളരെ ആഴത്തിലുള്ള കുറച്ച് കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. മനഃശാസ്ത്രം എങ്ങനെയാണ് വെറുമൊരു തത്വചിന്തയിൽ നിന്നും മനുഷ്യന്റെ പെരുമാറ്റങ്ങളെ നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ശാസ്ത്രമായി മാറിയതെന്ന് നമ്മൾ കണ്ടു. അതെ, പെരുമാറ്റമാണ് പ്രധാനമെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഒരു ക്ലാസ് മുറിയിലെ 5 പ്രധാന ഘടകങ്ങൾ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും അവിടെ ഒരു മാസ്റ്റർ കൺട്രോളറായി അധ്യാപകൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഓരോ കുട്ടിയും വ്യത്യസ്തരാണെന്നും ഡോക്ടർമാർ രോഗികളെ പരിചരിക്കുന്നതുപോലെ വളരെ സൂക്ഷ്മതയോടെ വേണം അധ്യാപകർ കുട്ടികളുടെ വ്യക്തിഗത വ്യത്യാസങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതെന്നുമുള്ള സുപ്രധാനമായ പാഠം ഈ സ്രോതസ്സുകൾ നമുക്ക് നൽകുന്നു. പിന്നെ ആ കൗമാരത്തിന്റെ പ്രശ്നങ്ങളും. അതെ, കൗമാരം പോലെയുള്ള കൊടുങ്കാറ്റുകൾ നിറഞ്ഞ കാലഘട്ടത്തെ എങ്ങനെ ഒരു ട്രബിൾ ഷൂട്ടറെ പോലെ സമീപിക്കണമെന്നും നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. സങ്കീർണമായ ആശയങ്ങളെ ലളിതമായി പഠിപ്പിക്കുക എന്ന നമ്മുടെ ലക്ഷ്യം ഒരു പരിധിവരെ നമ്മളിവിടെ പൂർത്തിയാക്കിയെന്ന് തന്നെ വിശ്വസിക്കാം. തീർച്ചയായും. നിങ്ങളിത് കേൾക്കുന്ന ഒരു അധ്യാപകനോ ഇനി കുട്ടികളുള്ള ഒരു രക്ഷിതാവോ അതല്ലെങ്കിൽ മനുഷ്യന്റെ സ്വഭാവങ്ങളെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താൽപ്പര്യമുള്ള ഏതൊരാളോ ആകട്ടെ, ഈ മനഃശാസ്ത്ര തത്വങ്ങൾ നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിച്ചിട്ടുണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. തീർച്ചയായും മാറ്റങ്ങളുണ്ടാക്കും. നിങ്ങളുടെ ചുറ്റുമുള്ള കുട്ടികളുടെയോ മുതിർന്നവരുടെയോ പെരുമാറ്റങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾ ഇനി മുതൽ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കുമെന്ന് കരുതുന്നു. ആ പുസ്തകത്തിന്റെ പുറംചട്ടയ്ക്കപ്പുറം വായിക്കാൻ നിങ്ങൾ ശ്രമിക്കും. അതാണിതിന്റെ ഏറ്റവും വലിയ വിജയവും. അപ്പോ ഇന്നത്തെ നമ്മുടെ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങളെ ചിന്തിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. എന്താണത്? കുട്ടികളുടെ മാനസിക വ്യാപാരങ്ങൾ അറിയുന്ന, അവരുടെ മാറ്റങ്ങളെയും വൈകാരിക ആവശ്യങ്ങളെയും തിരിച്ചറിയുന്ന ഒരു മനുഷ്യനായ അധ്യാപകന്റെ പ്രാധാന്യമാണ് ഈ സ്രോതസ്സുകളെല്ലാം അടിവരയിട്ട് പറയുന്നത്. അതെ. എന്നാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നിർമ്മിത ബുദ്ധിയുടെ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അവിടെ ഒരു ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന്. വിദ്യാർത്ഥികളുടെ മുഖഭാവങ്ങൾ കൃത്യമായി വായിച്ചെടുക്കാനും അവരുടെ വൈകാരിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് ആവശ്യമായ ആഴത്തിലുള്ള സഹാനുഭൂതി നൽകാനും ഒരു AI അധ്യാപകന് അല്ലെങ്കിൽ ഒരു റോബോട്ടിന് എപ്പോഴെങ്കിലും സാധിക്കുമോ? അതൊരു വലിയ ചോദ്യമാണ്. അതോ മനുഷ്യരായ അധ്യാപകർക്ക് ഒരിക്കലും പകരക്കാരുണ്ടാകില്ല എന്ന് തെളിയിക്കുന്നത് ഈ വിദ്യാഭ്യാസം മനഃശാസ്ത്രം എന്ന സങ്കീർണമായ പ്രതിഭാസം തന്നെയാണോ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ യന്ത്രവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വീണ്ടും കടന്നു വരികയാണല്ലേ? അതെ, മെഷീനുകൾക്ക് മനുഷ്യനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുമോ എന്നുള്ളത്. കോഡുകൾക്ക് മനുഷ്യ മനസ്സിന്റെ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കാൻ കഴിയുമോ? ജോലിസ്ഥലത്തേക്കുള്ള നിങ്ങളുടെ യാത്രയിലോ അല്ലെങ്കിൽ വെറുതെ ഒരു നടത്തത്തിനിടയിലോ ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞങ്ങൾ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം.